ആസ്ട്രോ യുവർ ലൈഫ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഇപ്പോൾ ഈ 2025 മാർച്ച് 29 ശനിമാറ്റത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ ഈ ശനിമാറ്റത്തിന് ശേഷം അധികം വൈകാതെ തന്നെ 2025 മെയ് 14 വ്യാഴമാറ്റം സംഭവിക്കുകയാണ്. വ്യാഴം ധനത്തിൻ്റെ കാരകനാണല്ലോ. അപ്പോൾ വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ പല നക്ഷത്രക്കാർക്കും അത് വളരെ ഗുണവും ചിലർക്കൊക്കെ ദോഷവും ഉണ്ടായേക്കാം. ഇപ്പോൾ വ്യാഴം എടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് വ്യാഴം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എടവം രാശിയിൽപ്പെട്ട കാർത്തിക അവസാനത്തെ 3 പാദം, രോഹിണി മകയിരം ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രക്കാർക്കും, ചിങ്ങം രാശിയിൽപ്പെട്ട മകം പൂരം ഉത്രത്തിൽ കാല്, തുലാം രാശിയിൽപ്പെട്ട ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യത്തെ പാദം, ധനുരാശിയിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടത്തിക്കാല്, കുംഭം രാശിയിൽപ്പെട്ട വിട്ടം അവസാന ഭാഗം, ചതയം പൂരോരുട്ടാതി ആദ്യത്തെ 1/4 ഭാഗം എന്നീ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാർക്കൊക്കെ പൊതുവെ പറഞ്ഞാൽ ഈ വ്യാഴമാറ്റം കൊണ്ട് വളരെ അനുകൂലമായ ഫലങ്ങളാണ്. സ്വപ്രയത്നം ഉണ്ടായിട്ടും വേണ്ടത്ര ഫലം കിട്ടാതിരുന്നവർക്ക് ഇനി അതിനൊക്കെ നല്ല ഫലങ്ങൾ കിട്ടിത്തുടങ്ങും ഈ വ്യാഴമാറ്റത്തിന് ശേഷം. തൊഴിൽപരമായി വളരെ അനുകൂലമാണെന്ന് പറയാം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുകയും അതുപോലെ നിലവിലുള്ളവർക്ക് പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്യും. ഗവൺമെൻറ് ജോലിക്ക് വരെ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഗ്രഹം, വാഹനം എന്നിവയൊക്കെ അധീനത്തിൽ വന്നു ചേരുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് അത് മെച്ചപ്പെടുന്നതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനിടവരും. അപ്രതീക്ഷിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ പണം കരുവി വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഈ വ്യാഴമാറ്റത്തിന് ശേഷം. ആരോഗ്യപരമായി വളരെ നല്ല സമയമാണ്. പലപ്പോഴും ഇതിനു മുമ്പൊക്കെ മരുന്ന് കഴിച്ചിട്ട് ഫലിക്കാത്തവർക്ക് ഈ വ്യാഴമാറ്റത്തോടു കൂടിയിട്ട് ആ മരുന്നുകളൊക്കെ വലിക്കുന്നതും തന്മൂലം രോഗത്തിന് ശമനം ലഭിക്കുന്നതും ആയിരിക്കും. കടം വാങ്ങി കടക്കെണിയിലായവർക്ക് ആശ്വാസം നൽകുന്ന വാർത്തകളാണ് ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുക, സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുക. ധനഭാഗത്ത് വ്യാഴൻ്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് സാമ്പത്തികമായിട്ട് വൻ നേട്ടം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് മെയ് 14 ശേഷം മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. കലാപരമായും രാഷ്ട്രീയപരമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. കലാപരമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ ധാരാളം കിട്ടുവാനും അതുപോലെ അവാർഡ് പോലുള്ള കാര്യങ്ങൾ കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഈ മെയ് 14 വ്യാഴമാറ്റം കൊണ്ടുവരുന്നത്. എന്നാൽ ഇതൊക്കെ എല്ലാവർക്കും ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ദശാകാലം അനുസരിച്ചായിരിക്കും, ഇപ്പോഴത്തെ ദശാകാലം അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ദശാകാലം അറിയാൻ താല്പര്യമുള്ളവർ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ സമയവും നക്ഷത്രവും ഒക്കെ അയച്ചു തരിക. കമൻറ്റ് ബോക്സിലൂടെ അതിന് മറുപടി ആവും വിധം നൽകുന്നതാണ്. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ.